ഹായ് ഫ്രണ്ട്സ്, എല്ലാവർക്കും മാൻസീസ് കുക്കറീസിൻ്റെ പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. നമ്മുടെ ഇന്നത്തെ റെസിപ്പി നിങ്ങൾക്ക് പടം കണ്ടപ്പോൾ തന്നെ മനസ്സിലായല്ലോ. നമ്മൾ ഇന്ന് പുട്ടാണ് കേട്ടോ ഉണ്ടാക്കാൻ പോകുന്നത്. അപ്പോൾ ഒന്ന് അടിപൊളി ഒരു ഹെൽത്തി പുട്ടാണ് ഉണ്ടാക്കാൻ പോകുന്നത്. നമ്മൾ ക്യാരറ്റ് വെച്ചിട്ടാണ് കേട്ടോ ഉണ്ടാക്കുന്നത്. ഇതിൻ്റെ ഒപ്പം തന്നെ ഈ പുട്ടിനൊപ്പം തന്നെ ഒരു കുഞ്ഞ് ടിപ്സും കൂടെ ഉണ്ട് കേട്ടോ. അപ്പോൾ അതെന്താണെന്ന് കാണാൻ വീഡിയോ അവസാനം വരെ നിങ്ങൾ കാണട്ടോ. അപ്പോൾ അതാ ഇന്ന് നമ്മൾ ഗോതമ്പ് വെച്ചിട്ടുള്ള പുട്ടാണ് കേട്ടോ ഉണ്ടാക്കുന്നത്. ഗോതമ്പ് പൊടി നമ്മളൊരു 3 കപ്പ് എടുത്തിട്ടുണ്ട്. ഞാനിത് നാഴി വെച്ചിട്ടാണ് എടുത്തിട്ടുള്ളത്. അങ്ങനെ 3 നാഴി ഗോതമ്പ് പൊടി എടുത്തിട്ടുണ്ട്. അതിലേക്ക് ആവശ്യത്തിന് ഉപ്പും കൂടി ഇട്ട് കൈ വെച്ച് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്യാം. അപ്പം നമ്മുടെ ഉപ്പ് എല്ലായിടത്തേക്കും എത്താൻ വേണ്ടിയിട്ടാണ് കേട്ടോ ഇങ്ങനെ ചെയ്ത് കൊടുക്കുന്നത്. അതിനുശേഷം നമ്മൾ മിക്സിയുടെ ജാറിൽ കുറച്ചേശ്ശെ ഗോതമ്പ് പൊടി ഇതുപോലെ ഒന്ന് ക്രഷ് ചെയ്തെടുക്കാം കേട്ടോ. അപ്പം നമ്മുടെ കട്ടകളൊന്നും ഇല്ലാതെ നമുക്ക് ഈസി ആയിട്ട് നല്ല സോഫ്റ്റ് ആയിട്ടുള്ള പുട്ടും ഉണ്ടാക്കാനായിട്ട് പറ്റും കേട്ടോ. പിന്നെ നമ്മളൊരു വലിയ ക്യാരറ്റ് ആണ് എടുത്തിട്ടുള്ളത്. ഒരു വലിയ ക്യാരറ്റ് ഇതുപോലെ ഗ്രേറ്റ് ചെയ്തതും അതുപോലെ ഒരു പിടി നാളികേരം കൂടെ ഞാൻ ചേർത്ത് കൊടുത്തിട്ടുണ്ട്. അതിനുശേഷം നമ്മൾ നേരത്തെ മിക്സിയുടെ ജാറിൽ ഒന്ന് ക്രഷ് ചെയ്തെടുത്തിട്ടുള്ള നമ്മുടെ ഗോതമ്പ് പൊടി ഇതുപോലെ കുറച്ചേശ്ശെ ഇട്ട് കൊടുത്ത് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തെടുക്കാം. അപ്പൊ നമ്മുടെ ഗോതമ്പ് പൊടിയിൽ കുറച്ച് വെള്ളം കുറവുണ്ടായിരുന്നു. അത് നമ്മുടെ ഈ ക്യാരറ്റും അതുപോലെ തേങ്ങ ചിരണ്ടി ചെയ്ത് ഇടുമ്പോൾ ആ ഒരു വെള്ളം അതിൽ ബാലൻസ് ഔട്ട്. അതിന് വേണ്ടിയിട്ടാണ് നമ്മൾ പൊടി നനയ്ക്കുമ്പോൾ കുറച്ച് വെള്ളം കുറവ് ചേർത്തിട്ടുണ്ടായിരുന്നത്. പിന്നെ എന്താ, എല്ലാവരും ചെയ്യുന്ന പോലെ തന്നെ പുട്ടും കൊടുക്കുക. അടുപ്പത്ത് വെച്ച് നമ്മുടെ ഇതൊന്ന് ആവി കയറി വരുമ്പോൾ നമുക്കതാ ഇതുപോലെ നമ്മുടെ നാളികേരം ഇട്ട് കൊടുത്ത് അതിന് മുകളിൽ നമ്മുടെ ഗോതമ്പും ക്യാരറ്റും തമ്മിലുള്ള മിക്സും കൂടെ ഇട്ട് കൊടുത്ത് അടിപൊളി ടേസ്റ്റ് നല്ല ഹെൽത്തി ആയിട്ടുള്ള പുട്ടുണ്ടാക്കി എടുക്കാം കേട്ടോ. ഇതിന്റെ ഇടയിൽ ഞാനൊരു ടിപ്സ് പറയാന്ന് പറഞ്ഞല്ലോ. അതെന്താണെന്ന് വെച്ചാൽ നമ്മുടെ ഈ പുട്ടും കൊടുക്ക മേടിക്കാൻ പോയപ്പോൾ ആ കടയിലത്തെ ഒരു ചേച്ചി പറഞ്ഞൊരു ടിപ്പാണ് കേട്ടോ അത്. ആ ചേച്ചി പറഞ്ഞു നമ്മുടെ വെള്ളം ഇത് ചെറിയ കുടുക്കയായതുകൊണ്ട് പെട്ടെന്ന് വെള്ളം വറ്റി പോകുമെന്ന് ഞാൻ ചോദിച്ചപ്പോൾ ആ ചേച്ചി പറഞ്ഞു ഈ കുടുക്കയിൽ വെള്ളം വെച്ച് കൊടുക്കുമ്പോൾ അതിൻ്റെ ഉള്ളിലേക്ക് ഇതുപോലെ ഒരു രൂപയുടെ 2 രൂപയുടെ ഇതുപോലെ ഒരു കോയിൻ ഇട്ടിട്ട് നമ്മൾ വെള്ളം വെക്കുകയാണെങ്കിൽ അവസാനം വെള്ളം വറ്റി വരുമ്പോൾ ഈ കോയിൻ കിടന്നിട്ട് ഇങ്ങനെ ജെർക്ക് ചെയ്യും. അപ്പം നമുക്ക് മനസ്സിലാക്കാം ഇതിൽ വെള്ളം കുറവാണെന്ന് കേട്ടോ. ആ ചേച്ചി ഇത് പറയണ കേട്ടപ്പോൾ എനിക്ക് തോന്നി കൊള്ളാലോ എന്ന്. അത് നിങ്ങളോടും കൂടെ ഒന്ന് ഷെയർ ചെയ്യാമെന്ന് വിചാരിച്ചു കേട്ടോ. അപ്പം നമ്മുടെ ഹെൽത്തി ആയിട്ടുള്ള ക്യാരറ്റ് പുട്ട് ഇവിടെ റെഡി ആയിട്ടുണ്ട്. അപ്പോൾ 2-3 പപ്പടം കൂടെ ഞാൻ വറുത്ത് വെച്ചിട്ടുണ്ട് കേട്ടോ. അപ്പോൾ പപ്പടും ക്യാരറ്റ് പുട്ടും കൂടെ നല്ല അടിപൊളി കോംബോ ആയിട്ടുണ്ട് കേട്ടോ. അപ്പോൾ നിങ്ങൾ എല്ലാവരും ഇതൊന്ന് ട്രൈ ചെയ്ത് നോക്കണം. ഇഷ്ടപ്പെട്ട ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനും മറന്നു പോകരുത്. ക്യാരറ്റ് വെച്ചിട്ട് മാത്രമല്ല കേട്ടോ ഇങ്ങനെ നല്ല ഹെൽത്തി പുട്ടുണ്ടാക്കി എടുക്കാൻ പറ്റുക. നമുക്ക് ബീട്രൂട്ട് വെച്ചിട്ടും ഇതേപോലെ തന്നെ അടിപൊളിയായിട്ട് തന്നെ പുട്ടുണ്ടാക്കി എടുക്കാം കേട്ടോ. ഇതേപോലെ തന്നെ ഗോതമ്പ് പൊടിയോ അല്ലെങ്കിൽ അരിപ്പൊടിയോ ഇട്ട് നമ്മൾ സാധാരണ പുട്ടുണ്ടാക്കാനായിട്ട് പൊടി നനയ്ക്കുന്ന പോലെ തന്നെയാണ് ഇതും ചെയ്യേണ്ടത്. പക്ഷെ ഇതുപോലെ ക്യാരറ്റോ ബീട്രൂട്ടോ എന്തെങ്കിലും നമ്മൾ ഇതിൽ ആഡ് ചെയ്ത് കൊടുക്കുന്നുണ്ടെങ്കിൽ കുറച്ച് വെള്ളം കുറവ് മാത്രം ചേർത്തെടുത്താൽ മതി കേട്ടോ. പിന്നെ നമ്മൾ ക്യാരറ്റോ ബീട്രൂട്ടോ എന്തെങ്കിലും ഇതുപോലെ ഇട്ട് കൊടുക്കുമ്പോൾ അതിലത്തെ നനവും കൂടെ ഇതിൽ പിടിച്ചിട്ട് കറക്റ്റ് പുട്ടിനുള്ള പൊടിയുടെ പരുവത്തിലായി കിട്ടും കേട്ടോ. അപ്പോൾ ഇത്രേ ഉള്ളൂ. അടിപൊളി ടേസ്റ്റി ആയിട്ടുള്ള ബീട്രൂട്ടും ക്യാരറ്റും വെച്ചിട്ടുള്ള പുട്ടാണ് നമ്മളിവിടെ ഉണ്ടാക്കിയെടുത്തത്. അപ്പോൾ ട്രൈ ചെയ്ത് നോക്കാൻ മറക്കരുത്. അപ്പം നമ്മുടെ മുൻപത്തെ വീഡിയോയ്ക്ക് നിങ്ങൾ തന്ന എല്ലാ സപ്പോർട്ടിനും ഒരുപാട് നന്ദി. അപ്പം നമുക്ക് അടുത്തൊരു വീഡിയോയുമായി കാണുന്നത് വരെ എല്ലാവർക്കും ബൈ ബൈ.